ഹായ്, എല്ലാവർക്കും ദേവൂസ് ഫുഡ് ആൻഡ് ട്രാവലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ നല്ല ടേസ്റ്റിയും സ്പൈസിയുമായ നാടൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്, 2 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 30 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു വലിയ തക്കാളി അരിഞ്ഞത്, പിന്നെ 3 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, 4 പച്ചമുളക്, 3 ടേബിൾ സ്പൂൺ തേങ്ങ അരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില എന്നിവ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അതിനായി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും മസാലപ്പൊടികൾ ചേർത്ത് ചിക്കനിൽ നന്നായിട്ട് കുഴച്ച് വയ്ക്കാം. ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് കുഴച്ച് നമുക്കിതൊരു 15 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു അടികെട്ടുള്ള പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ഞാനിവിടെ എടുത്തേക്കുന്നത്. നാടൻ ചിക്കൻ കറി ആയതുകൊണ്ടാണ് ചതച്ചെടുത്തേക്കുന്നത്. നമുക്ക് പേസ്റ്റായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറായി വരുന്നവരെ നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 30 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിക്ക് പകരം സവാള വേണമെങ്കിൽ എടുക്കാം. ചെറിയ ഉള്ളി ചേർത്താൽ ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. അതുകൊണ്ടാണ് ചെറിയ ഉള്ളി എടുത്തേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 2 സവാള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മീഡിയം 2 സവാളയാണ് എടുത്തേക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി പെട്ടെന്ന് വഴന്ന് വരുവാനായി നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഉള്ളിയിലോട്ട് ചേർത്ത് കൊടുക്കാം. നേരത്തെ ഞാനൊരു 3/4 ടീസ്പൂൺ ഉപ്പ് ചിക്കനിൽ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ അരിഞ്ഞു വെച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് 3 ടേബിൾ സ്പൂണാണ്. നാടൻ ചിക്കൻ കറി ആയതുകൊണ്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഞാനിവിടെ തേങ്ങ അരിഞ്ഞത് 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ. ഇഷ്ടമുള്ളവർക്ക് അതിൽ കൂടുതലും തേങ്ങ അരിഞ്ഞത് ചേർക്കാം. ഇപ്പം നമ്മുടെ ഉള്ളി ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് തക്കാളിക്ക് ചേർക്കാം. ഞാനിവിടെ ഒരു വലിയ തക്കാളിയാണ് എടുത്തേക്കുന്നത്. ചെറുതാണെങ്കിൽ 2 തക്കാളിക്ക് ചേർക്കാം. തക്കാളിക്ക് എല്ലാം നല്ല ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിരുന്ന ചിക്കനോട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചിക്കനും ഉള്ളിയും എല്ലാമായിട്ട് നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു 15 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. ചിക്കൻ ഒരു 3/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്.
ചിക്കൻ നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. നമുക്ക് ഒരു ഗ്ലാസ് മുതൽ 1.5 ഗ്ലാസ് വരെ നമുക്ക് വെള്ളം ചേർക്കാം. ഞാനിവിടെ ഒരു 3/4 ഗ്ലാസ് ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. ചൂടുവെള്ളം തന്നെ ചേർക്കണം. കാരണം എനിക്ക് ഗ്രേവി അധികം ആവശ്യമില്ല. നല്ല ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1.5 ഗ്ലാസ് വരെ വെള്ളം ചേർക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നമുക്കൊരു 10 മിനിറ്റ് കൂടി അടച്ചു വെച്ച് വേവിക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വേവിക്കണം. ഹൈ ഫ്ലെയിമിലിട്ടാൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. ഉപ്പ് അല്പം കൂടി ആവശ്യമുള്ളവർ ടേസ്റ്റ് നോക്കി ഉപ്പ് ആവശ്യത്തിന് ചേർത്തുകൊള്ളണം. ഇതിലിപ്പോൾ ഗ്രേവി കുറവാണ്. ഞാനതിൽ 3/4 ഗ്ലാസ് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. നമുക്കിപ്പോൾ ഗ്രേവി ആവശ്യമാണെന്നുണ്ടെങ്കിൽ 1.5 ഗ്ലാസ് വരെ വെള്ളം ചേർക്കാം. ഇത് നമുക്ക് ചപ്പാത്തി, പത്തിരി, അപ്പം, ഇടിയപ്പം എല്ലാത്തിൻ്റെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ കറിയാണ്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം. അടുത്തൊരു നല്ല വീഡിയോയുമായി എത്തുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.